നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൽ ഗ്ലോ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഫുൾ ബോഡിയിൽ നമുക്ക് ആ ഒരു നമ്മുടെ സ്കിൻ കളർ ടോണൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതും നിങ്ങൾ എക്സ്പെൻസീവ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കേണ്ട, ഹാർഷ് കെമിക്കൽസ് ഒന്നും അപ്ലൈ ചെയ്യാണ്ട് നാച്ചുറലായിട്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡയറ്റിൽ ഗ്ലോയിങ് സ്കിൻ കിട്ടാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നല്ല ഹെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇൻക്രെഡിബിൾ ഫുഡിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റും, കൂടെ നല്ലോണം സ്കിൻ കെയറും ചെയ്യാം കേട്ടോ. അല്ലാതെ എപ്പോഴും പറഞ്ഞ പോലെ സ്കിൻ കെയർ മാത്രം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവൻ ഡയറ്റ് ഒരു 80% നിങ്ങൾക്ക് നല്ല മാറ്റം വരും. പ്ലസ് അതിൻ്റെ കൂടെ സ്കിൻ കെയറും കൂടെ ഒക്കെ ചെയ്യുക, നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാം. നമ്പർ 1, ബെറീസ്. ബെറീസ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി, മൽബെറി, ബ്ലൂബെറി അങ്ങനെ ഒരുപാട് ബെറീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണോ ബെറീസ് അത് കഴിച്ചാൽ മതി. സ്ട്രോബെറിക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് സ്ട്രോബെറി കൂടുതൽ അവൈലബിൾ. അപ്പോൾ ഇതെന്താണ്, ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ടും വിറ്റാമിൻ സി ഉള്ളതുകൊണ്ടും നമ്മുടെ സ്കിന്നിൽ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ബെറീസ്. അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ ഒരു ബെറി കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ച്. സെക്കൻഡ് വൺ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലീഫി വെജിറ്റബിൾസ്. സ്പിനാച്ച്, കേല്, ക്യാബേജ് അങ്ങനെ എന്തൊക്കെ, ലെറ്റ്യൂസ് ഇല്ലെങ്കിലും ക്യാബേജും സ്പിനാച്ചൊക്കെ നമ്മളെ നാടൻ ചീരകളുണ്ട്. പല വെറൈറ്റി ചീരകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്. നമ്മളൊരു കമ്പ് കുത്തി വെച്ചാൽ മാത്രം മതി, മരുന്നടിച്ചതല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കേല്, ഇതിനകത്ത് വിറ്റാമിൻ എ, സി ആൻഡ് ഇ, ഇത് മൂന്നും, പ്രത്യേകിച്ച് വിറ്റാമിൻ സിയും എയും ഇയും, ഈ 3 വിറ്റാമിനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് തരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടാണ്ട് വേറെ മിനറൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എ, സി, ഇ, ഈ 3 വിറ്റാമിൻസും നിങ്ങളുടെ സ്കിന്നിന് നല്ല അടിപൊളിയാക്കും കേട്ടോ. അപ്പം ഇതിനകത്തും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത് സാലഡായിട്ട് കഴിക്കാം, സ്മൂത്തി ആയിട്ട് കഴിക്കാം, തോരൻ വെച്ച് കഴിക്കാം, കറി വെച്ച് കഴിക്കാം, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ജിഞ്ചർ ഗാർലിക് ഇതൊക്കെ ഇട്ട് സോട്ട് ചെയ്തിട്ട് കഴിക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് വരുന്നുണ്ട്, ഒരു കണ്ടൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉപ്പിടണ്ട, കുറച്ചിട്ടുന്നു. ഈ ഉപ്പ് ജസ്റ്റ് ഒരുപാട് കുറയ്ക്കുകയും ചെയ്യരുത്. ഈ മസാലകളൊന്നും ഇടാതെ കഴിക്കണം കേട്ടോ. അതിനൂടെ ഈ ഒരു ചീരയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി, അത് ഗാർലിക് ഇടാം, അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് കഴിക്കണതാണ് നല്ല. സ്പൈസസ്, മുളക് പൊടി മാക്സിമം ഒഴിവാക്കുക കേട്ടോ. മുളക് പൊടി ഇട്ട് കഴിച്ചാൽ അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ പോവും. സ്കിന്ന് ആക്ച്വലി മുളക് പൊടി കുറയ്ക്കുമ്പോഴാണ് സ്കിന്ന് നന്നാവുന്നത്. സിട്രസ് ഫ്രൂട്ട്സ്. മൂന്നാമത്തത് സിട്രസ് ഫ്രൂട്ട്സ്. അതിന് ഓറഞ്ച് വരുന്നുണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട് വരുന്നുണ്ട്, ലെമൺ. ഈ ലെമണും ഓറഞ്ചും ഗ്രേപ്പ് ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി വരുന്നത് ഫ്രൂട്ടിൽ. അപ്പം ഇത് ഓറഞ്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, ഗ്രേപ്പ് ഫ്രൂട്ട് എനിക്കറിയില്ല, പുറത്താണ് കൂടുതലും, ഇവിടെ അങ്ങനെയില്ല. അപ്പം ഓറഞ്ചും ലെമണും, ഒരു ലെമൺ ഒരു ദിവസം, ഒരു ഓറഞ്ച് ഒരു ദിവസം, അങ്ങനെ കഴിച്ചാൽ വിറ്റാമിൻ സി നമുക്ക് ആവശ്യമുള്ള വിറ്റാമിൻ സി അതിനകത്ത് നിന്ന് കിട്ടും. ഇതാണ് നമ്മളിപ്പോൾ വിറ്റാമിൻ സി സിറം ഉണ്ട്, ക്രീംസ് അങ്ങനെയൊക്കെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ സ്കിൻ വൈറ്റനിങ്ങിന് വരെ നമ്മുടെ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വിറ്റാമിൻ സി. അതായത് അപ്പോൾ അവർ അതിനകത്ത് സീറം ഒക്കെ ഉണ്ട്. അപ്പോൾ സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഏജിങ്ങിനും അങ്ങനെ ഒരുപാട് പറഞ്ഞ തീരാത്ത ഗുണങ്ങളുണ്ട്. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റാമിൻ സി. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്ത് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഫ്രൂട്ട്സ് കഴിക്കാവുള്ളൂ, എന്നാലേ അത് അബ്സോർബ് ആവുള്ളൂ കേട്ടോ. ആവശ്യമുള്ള ന്യൂട്രിയൻസ് അത് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല, അതിൻ്റെ അബ്സോർപ്ഷൻ മര്യാദയ്ക്ക് നടക്കില്ല. അപ്പോൾ നിങ്ങൾ മീൽ കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 hour കഴിഞ്ഞിട്ട് മാത്രം ഫ്രൂട്ട് കഴിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഷുഗർ, അതിനൂടെ ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്ത് കേട്ടോ. വൈറ്റ് ഷുഗർ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജ്യൂസൊക്കെ കുടിക്കുന്നതിനേക്കാളും അത് അങ്ങനെ തന്നെ ഫ്രൂട്ടായിട്ട് അപ്പടി കഴിക്കണതാണ് കേട്ടോ. അപ്പം 4, നട്ട്സ് ആൻഡ് സീഡ്സ്. അതെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, നട്ട്സ് ആൻഡ് സീഡ്സ്, ആൽമണ്ട്, കാഷ്യൂ നട്ടുണ്ട്, പിന്നെ സൺഫ്ലവർ സീഡുണ്ട്, പിന്നെ പംകിൻ സീഡുണ്ട്. ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഡേറ്റ്സ് ഒക്കെ പോലത്തെ അതും ഇൻക്ലൂഡ് ചെയ്തതാണ്. 5ാമത്തത് ഫാറ്റി ഫിഷ്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സാൽമൺ, ട്യൂണ, മാക്രൽ,
അതുപോലെ സാടി, അതായത് അയല, മത്തി, അങ്ങനത്തെ മീനുകളുണ്ടല്ലോ, ചൂര, അതൊക്കെ ഡെയിലി നമുക്ക് നന്നായിട്ട് ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. അതൊക്കെ കഴിക്കുക. കാരണം അതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇത് ആണ് നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് നമുക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നല്ല ബ്യൂട്ടിഫുൾ സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കഴിക്കരുത്, ഗ്രില്ല് ചെയ്ത് കഴിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. എണ്ണയൊക്കെ കുറച്ചിട്ട് അത് എങ്ങനെ വേണമെങ്കിൽ കറി വയ്ക്കാം. മസാല ഓവർ മസാല വേണ്ട. ഒരുപാട് മുളക് പൊടി ഇടുമ്പോഴാണ് സ്കിന്നിന് പ്രശ്നം വരുന്നത്. അപ്പോൾ ഫാറ്റി ഫിഷൊക്കെ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ. അപ്പോൾ ആറാമത്തേന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടാറ്റോസ്. സ്വീറ്റ് പൊട്ടാറ്റോസ്, അതായത് മധുരക്കിഴങ്ങ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ, കുറേ ഡോക്ടേഴ്സൊക്കെ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ലോസിന് കൂടെ ഹെൽപ്പ് ചെയ്യണ ഒരു സാധനമാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. കാരണം പല ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, ഇത് കഴിച്ചാൽ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുമോ എന്നൊക്കെ ഉണ്ട്. അല്ല കേട്ടോ, അത് സ്വീറ്റ് ആയതുകൊണ്ട് അങ്ങനെയല്ല. അത് നല്ലതാണ്. നമുക്ക് ഒരുപാട് ഫൈബർ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അതേപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വിറ്റാമിൻസ്, മിനറൽസ് ഇതിനകത്തുണ്ട്. അപ്പം ഇത് ഡെയിലി നിങ്ങൾ സ്നാക്ക് ഒരു നേരം ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കണം, നല്ലതായിരിക്കും. ഡെയിലി കപ്പ പോലെ അല്ല കേട്ടോ, ഇത് കഴിക്കണോണ്ട് ഒരു പ്രശ്നവുമില്ല. സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യേണ്ട, ഇത് ബേക്ക് ചെയ്തിട്ട് കഴിക്കാം, ബോയിൽ ചെയ്തിട്ട് കഴിക്കാം, പിന്നെ ചുട്ടിട്ട് കഴിക്കണമെന്നല്ല. ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും കൊളാജൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, റിങ്കിൾസ് മാറും സ്കിൻ ഏത് ഏജിലും. ഏഴാമത്തത് അവക്കാഡോ. ഈ അവക്കാഡോസിനെ കുറിച്ച് പറയുമ്പോൾ ഹെൽത്തി ഫാറ്റ്സ് വരുന്നുണ്ട്, പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത്, അതുപോലെ മിനറൽസും വിറ്റാമിൻസൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, ആൻറ്റി ഓക്സിഡൻസൊക്കെ. സ്കിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കാൻ നമുക്ക് ചെറിയ പിള്ളേർക്ക് വരെ കൊടുക്കാൻ പറ്റും കേട്ടോ ഈ അവക്കാഡോസ്. അത് ഷുഗർ ഇടാതെ കഴിക്കുന്നതാണ്, പക്ഷെ അത് ഇച്ചിരി പണിയാണ്. ടോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഈ അവക്കാഡോയ്ക്ക് പകരം നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ, അവക്കാഡോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്വീറ്റ് പൊട്ടാറ്റോ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം അവക്കാഡോസും സ്കിന്ന് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യണ ഒരു ഫ്രൂട്ട്. അപ്പം എട്ടാമത്തത് ഫെർമെൻറ്റഡ് ഫുഡ്സ്, അതായത് പ്രോബയോട്ടിക് ഫുഡ്. ഈ യോഗട്ട്, അതേപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ച സാധനങ്ങൾ, ഈ തൈര്, മോര്, പിന്നെന്താ കിംചി എന്നൊക്കെ പറയും, അതൊക്കെ പുറത്താണ്. നമുക്കിവിടെ തൈര് മോര് അതെടുത്താൽ മതി. അത് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ പ്രോബയോട്ടിക് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ്, റിലയൻസിലൊക്കെ പോയാൽ കാണാം കേട്ടോ, പ്രോബയോട്ടിക് റിച്ച് ഫുഡ് ഡ്രിങ്ക് എന്നൊക്കെ കാണാം. പക്ഷെ അതിലൊക്കെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. അപ്പോൾ എവിടെ പ്രോബയോട്ടിക് റിച്ച് ഫുഡ് എന്ന് കണ്ടാലും ഡ്രിങ്ക് എന്ന് കണ്ടാലും അതെടുത്തു. പക്ഷേ ഷുഗർ ഉണ്ടോയെന്ന് നോക്കണം, ഷുഗർ ഫ്രീ ആയിരിക്കണം കേട്ടോ. അപ്പോൾ തൈര് മതി, അത് തന്നെ നല്ലതാണ്. തൈര് അല്ലെങ്കിൽ മോര്, ഇത് നമ്മുടെ സ്കിന്നിൽ കൊളാജൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു കട്ട തൈര് മുഖത്ത് അങ്ങനെ തന്നെ ഇട്ടാൽ തന്നെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു 10 days നിങ്ങൾ ഡെയിലി ഇട്ട് നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. ടാനൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈര്. അപ്പോൾ തൈര് നിങ്ങൾ ഇപ്പം ഇഞ്ചി തൈരായിട്ട് കഴിക്കാം. തൈര് അങ്ങനെ തന്നെ ഇച്ചിരി ഉപ്പധികം ആവശ്യമില്ല, ഉപ്പൊക്കെ കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മുടെ സ്മൂത്തീസായിട്ട് കഴിക്കാം, ലസ്സി ആയിട്ട് കഴിക്കാം. എല്ലാത്തിനും ഷുഗർ കുറയ്ക്കുക. ഷുഗർ ഇട്ടിട്ടില്ലേ അത്രയും നല്ലത്. അതിന് പകരം പ്യൂർ ഹണി ഉപയോഗിക്കുക, ഇപ്പോൾ സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. പ്രോബയോട്ടിക് റിച്ച് ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. 9th വൺ എന്ന് വെച്ചാൽ ഗ്രീൻ ടീ. അതെ, ഗ്രീൻ ടീ നമുക്ക് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഭംഗി വയ്ക്കാൻ വേണ്ടി ഗ്രീൻ ടീ ഫേസ് പാക്ക് വരെ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഫേസ് പാക്ക് പോലും ഉണ്ടാക്കും. ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് ഗ്രീൻ ടീ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൊറിയ, ചൈന അങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണാം, അവരുടെ സ്കിൻ കെയറിൽ അവർ ഗ്രീൻ ടീ ഒരു വലിയ ഘടകമാണ് കേട്ടോ. അപ്പോൾ അവരുടെ സ്കിൻ കെയറിൽ അവർ ഗ്രീൻ ടീ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ സ്കിന്ന് നല്ല ടാനൊക്കെ പോകാനും സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഏജിങ് ഫുഡും കൂടെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗ്രീൻ ടീ ഒരു കപ്പ് ഗ്രീൻ ടീ ഒരു ദിവസം കുടിക്കുന്നത് നല്ലതായിരിക്കും. വെയിറ്റ് കുറയാൻ ആഗ്രഹമുള്ളവർക്കും അത് നല്ലതായിരിക്കും. ഒന്നെങ്കിൽ രാവിലത്തെ ചായ കട്ട് ചെയ്ത് ഗ്രീൻ ടീ, അല്ലെങ്കിൽ ഈവനിങ് ടീ കട്ട് ചെയ്തിട്ട് ഈ ഗ്രീൻ ടീ കുടിക്കാം കേട്ടോ. മധുരം ഇടാതെ വേണം കുടിക്കാൻ ഗ്രീൻ ടീ. അതും ഗ്രീൻ ടീ ചൂസ് ചെയ്യുമ്പം നല്ലത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഏതെങ്കിലുമൊക്കെ എടുക്കരുത്, നല്ല ബ്രാൻഡ് തന്നെ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ 10ാമത്തത് ലാസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ടർമറിക്. അതെ, ടെർമറിക്, മഞ്ഞൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. മഞ്ഞളില്ലാണ്ട് നമുക്കൊരു കറിയില്ല, നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. മീനില്ല, മീൻകറിയില്ല, എല്ലാത്തിലും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ
അങ്ങനെ അതിനേക്കാളും നിങ്ങൾ നല്ല മഞ്ഞളുണ്ടല്ലോ, എന്താ പറയുക, പറിച്ചെടുക്കണം. അതിന് ഒന്ന് അരച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ബോളാക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം, നല്ല വെറും വയറ്റിലൊക്കെ. അപ്പോൾ ഡീടോക്സും കൂടെയാണ് കേട്ടോ. ടോക്സിൻസൊക്കെ പോവും, വെയിറ്റ് കുറയേണ്ട ആൾക്ക്, വയറൊക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനകത്ത് ക്യുർക്യുമിൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണൻ്റ് ഉള്ളതുകൊണ്ട് അത് ഇൻഫ്ലമേഷൻ കളഞ്ഞിട്ട്, നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ടോക്സിൻസ് ഒക്കെ കളഞ്ഞിട്ട് സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതും ടർമറിക് നിങ്ങൾ കൂടുതലും നിങ്ങൾ തോരൻ, സ്പിനാച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ സ്പിനാച്ചൊക്കെ ഉണ്ടാക്കും, അതിൽ കൂടുതലും മഞ്ഞളിടുക. മഞ്ഞൾ പാക്കറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നതാണ് കേട്ടോ. എപ്പോഴും പ്യുവർ ആയിട്ടുള്ള സാധനങ്ങൾ, ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്ത് സ്പൈസസ് ഒക്കെ ആണെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള ഉപയോഗിക്കുക. പാക്കറ്റിൽ വരുന്നത് ഒരുപാട് എന്തൊക്കെയോ കെമിക്കൽസൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പം മുളക് പൊടിയിലൊക്കെ ഇഷ്ടികപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതല്ല മഞ്ഞപ്പൊടിയിൽ എന്താ ചേർക്കണത്, മഞ്ഞപ്പൊടിയിൽ ഒരു ഡൈ ചേർക്കുന്നുണ്ട് അതിന് കളർ കൂടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ കോഴ്സിൽ. അതപ്പം ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, അയ്യോ ഈ സാധനങ്ങളാണ്. അതിനുശേഷം ഞാൻ പാക്കറ്റ് വാങ്ങിക്കാറേ ഇല്ല, വീട്ടിൽ തന്നെ പൊടിക്കും. അല്ലെ നമുക്ക് വിശ്വാസമുള്ളിടത്ത് മില്ലിലൊക്കെ പോയിട്ട് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക മാക്സിമം. കാരണം നമ്മൾ ക്യാൻസറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറഞ്ഞൊരു 10 ലിസ്റ്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഡെയിലി ഇൻക്ലൂഡ്, നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ലിസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ സ്കിൻ ആക്ട് ചെയ്യുക. പ്ലസ് 2 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെള്ളം കുടിക്കാണ്ട് സ്കിൻ കെയർ ചെയ്തിട്ടും എങ്ങനെയാണെന്നും ചെയ്തിട്ട് കാര്യമില്ല. വെള്ളം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ അരമണിക്കൂർ എക്സസൈസ്, അരമണിക്കൂറെങ്കിലും ഡെയിലി എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വേറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റും, നാച്ചുറലായിട്ട്. അതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻ തരുന്നതല്ല, അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അധികം സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ന്യൂട്രീഷനിസ്റ്റാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്.